എനിക്കിവിടെ ദീപാവലിക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് സ്വീറ്റ്സ് ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പം ഇത്രയും സ്വീറ്റ്സാണ് നമുക്കിന്ന് ദീപാവലിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ എന്ന് വെച്ചാൽ നമ്മുടെ പാൽപ്പേടയില്ലേ, അതാണ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ ഇത് നല്ല അടിപൊളി തന്നെയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ മൈസൂർ പാക്കാണ്. ഇത് ഭയങ്കര ഗീൻ്റെയും അതുപോലെ ഭയങ്കര മധുരമൊക്കെ ആയിരുന്നു. എനിക്ക് മധുരത്തിനോട് താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമാണ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. ഇത് നമ്മുടെ നാട്ടിലെ ലഡുവാണെന്ന് വെച്ച് കഴിച്ചാൽ അതല്ല ഗൈസ്, ഇത് ഇവിടെ കിട്ടുന്ന എന്തിനെ കൊണ്ട് ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് വലിയ താല്പര്യം എനിക്കിത് തോന്നിയിട്ടില്ല, എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇതും മൈസൂർ പാക്കിൻ്റെ വേറൊരു ഐറ്റം തന്നെയാണ്, പക്ഷെ ഇതും കുഴപ്പമില്ല. വേറൊരു സാധനം വെച്ചാൽ നമ്മുടെ ഇതും പേട തന്നെയാണ്. ഇത് നിങ്ങളെല്ലാവരും കഴിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷേ അതിൻ്റെ ടേസ്റ്റിനെക്കാട്ടും ഇത് വേറൊരു ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ സോമ്പാ പൊടിയാണ്. ഇത് എന്തിൻ്റെ ഫ്ലേവറാണെന്ന് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല, ഒരു കോക്കനട്ട് ഫ്ലേവറായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇവിടെ ദീപാവലിക്ക് ഏറ്റവും ഇവിടെ ഉണ്ടാക്കുന്ന ഒരു സ്വീറ്റ്സാണ് ഇത് കേട്ടോ. ഇതിൻ്റെ പേരെന്ന് വെച്ചാൽ കജായി അങ്ങനെ എന്തോന്നാണെന്ന് തോന്നുന്നു, എനിക്ക് ഇതിൻ്റെ പ്രൊണൗൺസിയേഷൻ മര്യാദയ്ക്ക് അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ നെയ്യപ്പത്തിൻ്റെയൊക്കെ ടേസ്റ്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.